കോട്ടയം ജില്ലയുടെ ഈ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഈ മശായിഖന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടായത് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാമെങ്കിലും അതൊരു വലിയ കഥയാണ്. അബ്ദുറഹ്മാൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട കഥ. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ കാണാൻ തുടങ്ങിയതാണ് നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. കാഞ്ഞിരപ്പള്ളിയില് അബ്ദുറഹ്മാൻ മുസ്ലിയാരും എന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള ദാരിമി ഉസ്താദും ഒക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അതിനടുത്ത ദർസിൽ. അന്ന് മുതല് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൂടിയതാണ് നമ്മുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള ഉസ്താദിന്റെ കൂടെ. ഒരിക്കലും വിട്ടുപിരിഞ്ഞിട്ടില്ല. ആ അബ്ദുള്ള ഉസ്താദാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉള്ള ബന്ധത്തിൽ ഈ ഭാഗത്തേക്ക് ശൈഖുന സയ്യിദ് സിറാജുദ്ദീന്റെ റളിയല്ലാഹുവിന്റെ ശബ്ദമെത്തിയത്, കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ ശബ്ദമെത്തിയത്. ആ ബന്ധങ്ങളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പില് പാണാവള്ളിയിൽ വന്നു ചോദിക്കാൻ. വാപ്പിച്ചോട് പറഞ്ഞപ്പോ, യൂസുഫുൽ ഖാദിരിയോട് പറഞ്ഞപ്പോ പറഞ്ഞു നേരെ വിട്ടോ, പറമ്പിൽ കടവിലേക്ക് വിടാൻ പറഞ്ഞു. അന്ന് മൂപ്പര് പഴുന്നാനെ എന്ന് പറമ്പിൽ കടവിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. ഞാനും അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നെ കൂട്ടി എന്തിനാണ്? വഴി കാണിക്കാൻ. മൂപ്പരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അവിടെയാണ് ചെറുപ്പത്തിൽ ഓതിയത്. അതുകൊണ്ട് തന്നെ മൂപ്പരുമായി എനിക്ക് ബന്ധമുള്ളത് കൊണ്ട് മൂപ്പരുമായി ഒന്ന് ബന്ധിപ്പിക്കാൻ, ഒന്ന് പരിചയപ്പെടുത്താൻ, വഴി കാണിക്കാൻ വേണ്ടിയാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നെയും വിളിച്ചുകൊണ്ട് പോകുന്നത്. അഥവാ അബ്ദുള്ള ദാരിമി ഉസ്താദ് ഞങ്ങളെ അങ്ങോട്ട് വിടുന്നത്. മൂപ്പരടുത്ത് പോയി അനുവാദം മേടിച്ചിട്ടാണ് വാപ്പച്ചിയുടെ നിർദ്ദേശപ്രകാരം, എന്റെ പിതാവ് യൂസുഫുൽ ഖാദിരിയുടെ നിർദ്ദേശപ്രകാരം പഴുന്നാന മൂപ്പർ എന്നറിയപ്പെടുന്ന കമാലുദ്ദീൻ ഉമറുൽ ഖാദിരിയോട് സമ്മതം മേടിച്ചിട്ടാണ് കല്യാണം നടന്നത്. വർഷങ്ങൾ എത്രയായി കാണുമെന്ന് ഊഹിക്കുക. ലിയാഖത്ത് ചെറിയ മകനാണ്. ലിയാഖത്ത് സഖാഫി ചെറിയ മകനാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടാവും സംഭവം. അങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് ഈ ശബ്ദമെത്തിയത്. ബഹുമാനപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ കൂടിയായ അബ്ദുള്ള ദാരിമി ഉസ്താദ് അബ്ദുറഹ്മാൻ മുസ്ലിയാരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു അവസാനം വരെ. ഞാൻ പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്, മൂപ്പര് പിണങ്ങിയിട്ടില്ല, പിണങ്ങാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ. അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി ഒരു സമയത്ത്. എന്റെ ആ ചെറുപ്പത്തിന്റെ കുരുത്തക്കേട് കൊണ്ട് ഈ പറഞ്ഞ എന്റെ സഹോദരൻ വന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും വേറെ ദർസിലാക്കി. അതുവഴി കാഞ്ഞിരപ്പള്ളി വന്നു. വാപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോയി പഴുന്നാനിലാക്കി. ഞാനൊരു കഥ പറയാണ്, ചരിത്രം പറയണം. പഴുന്നാന മൂപ്പരുമായി ഉള്ള ബന്ധം, പഴുന്നാന മൂപ്പർ എന്നറിയപ്പെടുക. ആ പഴുന്നാന മൂപ്പരുടെ പേരക്കുട്ടികളാണ് എന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് ഇരിക്കുന്നത്. അഹമ്മദ് കബീർ റിഫായി, ഉമർ ഫാറൂഖ് സഖാഫി. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരാണ് ഇനി ഈ പാരമ്പര്യം നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടവർ. യുവതലമുറയാണ്. അല്ലാഹു നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മക്കൾക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം എത്തിയത് അങ്ങനെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ റളിയല്ലാഹുവിന്റെ അടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ആ ഉമറുൽ ഖാദിരുടെയും ശിഷ്യൻ അല്ലെങ്കിൽ മുരീദ് യൂസുഫുൽ ഖാദിരുടെയും ബന്ധവും അങ്ങനെയായിരുന്നു. ഭയങ്കരമായ ബന്ധം. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് മൂപ്പരുമായിട്ടുള്ള ബന്ധം. എവിടെയെങ്കിലും പോകുമ്പോ, ചികിത്സക്കായി പോകുമ്പോ മഹല്ലറ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, മിക്കവാറും പങ്കെടുത്ത് കാണും. യൂസുഫുൽ ഖാദിരി മറവട്ട് കിടക്കുന്ന സ്ഥലമാണ് ഫരീദത്തുൽ മഹല്ലറ എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോ വാപ്പിച്ചിയായിട്ടുണ്ടാക്കിയ സ്ഥാപനമാണ്. ദിക്റുകൾക്കും മനാഖിബുകൾക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു മനാഖിബ് നടന്നിരിക്കും.
ഏനുക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ. അവിടെ വരുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. ഏനുക്കാടെ വിളിച്ചു പറയും, ഏനു ഇന്ന് നമുക്ക് ഫരീദ്ദീൻ സക്കർകഞ്ചിയുടെ മൗലിദ് ഓതണം, ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറയും. കറങ്ങിയിട്ട് വരുമ്പോ അവിടത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളുടെ കാര്യങ്ങളും പൈസയൊക്കെ ഏനുക്കാടെ 2 മടിയിൽ നിറഞ്ഞിട്ടുണ്ടാവും. ഈ ഏനുക്ക എന്ന് പറഞ്ഞാല് പഴുന്നാന മൂപ്പരുടെ ഏറ്റവും വലിയ മുഹിബാണ്. അതേസമയം തന്നെ വാപ്പച്ചിയുടെ ഹാദിയുമാണ്. വാപ്പച്ചി മരണപ്പെടുന്നത് വരെ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്, ഖിദ്മത്ത് നടത്തുന്നവർ. അപ്പൊ ഈ മൗലിദിലൊക്കെ പറയുന്ന കഥകൾ ഏറെയാണ്, പറയാൻ സമയമില്ല. ഞാൻ ആ ചരിത്രം ഒന്ന് അനുസ്മരിച്ചതാണ്. അനുസ്മരണ ചടങ്ങാണല്ലോ ഇത്. അത്ര ബന്ധമായിരുന്നു എന്റെ പിതാവായ യൂസുഫുൽ ഖാദിരിയും ഇവരുടെ എല്ലാം ഉപ്പാപ്പയായ ഉമറുൽ ഖാദിരിയും തമ്മിലുണ്ടായിരുന്നത്. പഴുന്നാന പള്ളിയിൽ നിന്ന് എവിടെയെങ്കിലും ചികിത്സക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹലിന്റെ അടുത്ത് വരുമ്പോൾ യൂസുഫ് ഹാജിയോട് ഉണ്ടാവും നോക്കാൻ പറയും. യൂസുഫ് ഹാജി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, വിളിച്ച് കൂടെ ഇരുത്തും. വലിയ വലിയ പ്രമാദമായ കേസുകളായിരിക്കും, പല ഡോക്ടർമാരും പരാജയപ്പെട്ട അവസ്ഥകളായിരിക്കും. ആ സ്ഥലത്തേക്കാണ് മൂപ്പര് ശിഷ്യന്മാരുമായി പോകുന്നത്, ചികിത്സക്കായി പോകുന്നത്. അവിടെയാണ് ബാബുജിയെ കൊണ്ടുപോയിട്ട് എന്താ ജോലി, ബാബുജിക്ക് എന്താ ജോലി, ഒരു റൂമിൽ ഇരിക്കുക, വെറുതെ കുറഞ്ഞുറങ്ങുക, അല്ലെ കിടക്കുക, വേറെ ഒന്നും ജോലിയില്ല. കൂടെ പോകുന്നവരൊക്കെ എഴുതുകയും അധ്വാനിക്കുകയും മന്ത്രിക്കുകയും ഓതുകയൊക്കെ ചെയ്യുമ്പോ ബാബുച്ചിയുടെ പണി എന്താണ്, കിടക്കുക എന്നുള്ളതാണ്. മൂപ്പര് അപ്പുറത്ത് കിടപ്പുണ്ടാവും, ബാബുച്ചി ഇപ്പുറത്ത് കിടപ്പുണ്ടാവും. ഇവരെ ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. മൂപ്പര് ബാബുച്ചിക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകി, പരസ്യമായി നൽകി, രഹസ്യമായി നൽകി, കൽബിൽ നൽകി, വർത്തമാനങ്ങളിൽ നൽകി. ഇതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്നാലോ യൂസുഫ് എന്നെ വിളിക്കുള്ളൂ. നല്ല ഹാലില്. ബാബുച്ചിക്ക് വേറൊരു ഹാലുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. മറ്റൊരു ഹാലുണ്ടായിരുന്നു, ജദുബിന്റെ ഹാലെന്ന് അതിനെ പറ്റി പറയാം. ആ ഹാലിൽ യൂസുഫ് ഹാജി എന്നെ വിളിക്കുള്ളൂ, അല്ലാത്ത മനസ്സിലാക്കി അറിയാതെ. അപ്പൊ അർഹമായ പ്രാധാന്യം നൽകി. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഴുന്നാനയില് ഈ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയുണ്ടായി. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന കാര്യം, മൂപ്പര് മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി 1984 വഫാത്തായത്. അല്ലേ മക്കളെ? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷമാണ്. അന്ന് ബാബുച്ചി നാട്ടില് വീട്ടില് വിശ്രമിക്കുക, പുറത്തൊന്നും പോകാതെ. കുറഞ്ഞാൾ അങ്ങനെ ഉണ്ടായിരുന്നു. അവസാന നാളിൽ ബാബുച്ചി പുറത്തോട്ടൊന്നും പോകില്ലായിരുന്നു. പഴുന്നാനയിൽ നിന്ന് വിട്ടു വന്നാല് വീട്ടിലുണ്ടാവും. പഴുന്നാനയിൽ അതിനിടയ്ക്ക് ബന്ധങ്ങളായി. ഒരു മകളെ അങ്ങോട്ട് കെട്ടിച്ചു, വിവാഹം കഴിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിലാണ് ഈ 85-ല് മൂപ്പര് വഫാത്താവുന്നത്. അന്ന് വാർത്തകളിലൂടെ അറിഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ പുറത്തു പോകാത്ത ആള്, യാത്ര ചെയ്യാൻ തീരെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയില് വളരെ വേദനയോടുകൂടി അവിടെ പങ്കെടുത്തു. ഞാനും കൂടെ പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാനന്ന് ബാബുജിക്ക് സുഖമില്ലാത്ത ഒരു അവസ്ഥയില് ഞാനും എന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള താരിമിയൊക്കെ പഠനം നിർത്തിവെച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ജോലിക്കിറങ്ങിയ സമയമാണത്. ബാബുച്ചിനെ ഒരു കാരണവശാലും പ്രയാസപ്പെടുത്താതെ, ബുദ്ധിമുട്ടറിയിക്കാതെ ഞങ്ങൾ രംഗത്തിറങ്ങിയ ഒരു അവസരമാണ്. ആ അവസരത്തിലാണ് ഞാൻ ഒരു പള്ളിയിലെ, നാട്ടിൽ തന്നെയുള്ള പള്ളിയിലെ ഖത്തീബായിരിക്കാം ഞാൻ ആദ്യമായിട്ട്, അവിടെ പണാവള്ളിയിൽ തന്നെ. അന്ന് ബാബുച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയി. ആ യാത്രയിലുണ്ടായ അനുഭവങ്ങളും ബാബുച്ചിയുടെ ചലനങ്ങളും അവിടെ ചെന്നിട്ട് ബാബുച്ചിയുടെ ആ മഹബത്തിന്റെ പ്രതികരണങ്ങളും ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെയും സൈഫുല്ലാ യൂസുഫുൽ ഖാദിരിയുടെയും ജീവിതം പറയുമ്പോൾ അത്രമാത്രം ബന്ധമാണ് അവർ തമ്മിൽ. വേദനയാണ്. എന്നോട് ഓതാൻ കൊണ്ടാക്കുമ്പോൾ പറഞ്ഞു, മൻ അല്ലമ ഇൽമൻ. ബാബുച്ചി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മൻ അല്ലമ ഇൽമൻ ഫഹു അബൂക.
ഞാനല്ല നിന്റെ വാപ്പ, നിനക്ക് ഇൽമു പഠിപ്പിക്കാൻ പോകുന്ന ഈ കമാലുദ്ദീൻ ഉമൽ ഖാദിരിയാണ് നിന്റെ വാപ്പ എന്നാ പറഞ്ഞു എന്നോട്. ഇച്ചിരി ഹാല് മാറി നിൽക്കുന്ന സമയം കൂടിയാണ്. ഹാല് മാറി നിൽക്കുമ്പോ ആയത്തുകളും ഹദീസുകളും ധാരാളം വരും, സംസ്കൃത ശ്ലോകങ്ങൾ ധാരാളം വരും, ഇംഗ്ലീഷ് വാക്കുകൾ വരും. വരുന്നവർക്കൊക്കെ നല്ല കോളാണ്. ഞാനിപ്പോ ഫാറൂഖ് സഖാഫിയോട് പറയായിരുന്നു നേരത്തെ, മുഹമ്മദ് ദാരിമിയുടെ കല്യാണം. മുഹമ്മദ് ദാരിമി ഉസ്താദിനെ അറിയാലോ, മൂപ്പരുടെ മൂത്ത മകൻ നവ്വറല്ലാഹു മർക്കദഹു, വലിയ മഹാനായിരുന്നു. കേരളത്തിലുടനീളം ദിക്റുകൾ സ്ഥാപിച്ച ഓടി നടന്ന മഹാനാണ്. തൽസമാത്തിന്റെ വിഷയത്തിലൊക്കെ അതിമാഹിറായിരുന്നു, ഭയങ്കര ശക്തനായ അറിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ദാരിമി ഉസ്താദ്. ഇവിടെ അബ്ദുള്ള ദാരിമി ഉസ്താദിന്റെ സഹോദരനൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് അറിവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോ അബ്ദുള്ള ഉസ്താദിനെ പറ്റി പറയുമ്പോൾ വേറെയും പറയാനുണ്ട്. ഒരിടത്തും നല്ല പല സ്ഥലത്തും അദ്ദേഹം ഇൽമു പഠിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഒക്കെ ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനായിരുന്നു എന്റെ സഹോദരൻ കൂടിയായ അബ്ദുള്ള ദാരിമി ഉസ്താദ്. ഇവിടെയും ഈ ശബ്ദം വരാൻ, ഈ ബന്ധം വരാൻ, ഈ ഹൽക്ക വരാൻ, ഈ മജ്ലിസ് വരാൻ കാരണഭൂതൻ അബ്ദുള്ള ദാരിമി ഉസ്താദാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, ദറജകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മറക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കണ്ണിയാണ്. അദ്രാ മുസ്ലിയാരുമായി നേരെ ബന്ധമുള്ള, അദ്രാ മുസ്ലിയാരേക്കാൾ ഒരുപക്ഷെ ചില്ലറ പ്രായം കുറവും അദ്ദേഹത്തിന്റെ ശൈഖുമായിരുന്നു. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹാന്മാരുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവിധത്തിലുള്ള വിജയവും ഇരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ സമയത്ത് നമ്മുടെ ഉമറുൽ ഖാദിരിയുടെ മഹത്വം ഏറെ പറയാനുണ്ട്. സമയമില്ല. ബാബച്ചിയുടെ ഒരു പ്രത്യേക ഒരു ഗുണം മാത്രം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ബാബച്ചി ചെറുപ്പത്തിലെ ഉമറുൽ ഖാദിരിയെ കണ്ടുമുട്ടുന്ന കാലം മുതൽ ബാബച്ചിയുടെ സ്വഭാവം അത് നമ്മൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. എന്താണെന്നറിയോ? വൃത്തികരണ ശുദ്ധീകരണ പ്രക്രിയകളിൽ പരിസരവും പള്ളിയും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്ന വിഷയത്തിൽ വളരെ മുമ്പന്തിയിലായിരുന്നു. ഈ അടുത്ത് കഴിഞ്ഞ ദിവസമല്ലേ മംഗലാപുരത്തിന് മദനി ഉസ്താദ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയവർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലും കുഴഞ്ഞു വീണ് താഴെ വീണ് മരണപ്പെട്ടൊരു രംഗം നമ്മൾ കാണുകയുണ്ടായി. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസമല്ലേ 2 ദിവസം മുമ്പല്ലേ മംഗലാപുരം. അപ്പൊ ഈ മുക്രിമാരുടെയും ബാങ്ക് വിളിക്കുന്നവരുടെയും ശുദ്ധീകരണ പ്രവൃത്തി പള്ളി നടത്തുന്നവരുടെയൊക്കെ പ്രാധാന്യം വലുതാണ്. വാപ്പച്ചിക്ക് സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതറിയോ? പോകുന്ന വഴിയിലൊക്കെ എവിടെയും പള്ളി കയറിയാൽ എവിടെയെങ്കിലും വൃത്തികേട് കണ്ടാൽ ഒന്നും പറയില്ല, മോനെ ബക്കറ്റ് എടുക്കാന്ന് പറയും. ബക്കറ്റ് എടുത്ത് അന്ന് ഈ മോട്ടോർ സംവിധാനം ഒക്കെ കുറവാണല്ലോ, ഒന്നെങ്കിൽ കുളത്തിൽ പോയി വെള്ളം കോരും, അല്ലെങ്കിൽ ബക്കറ്റിൽ കോരിയെടുക്കും. എന്നിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി അടിച്ച് തൂത്തിടും. സ്വഭാവം നമുക്കുണ്ടോ? വെറുതെ അല്ല. ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ അബ്ദുല്ലാഹി അൽ ഖാദിരി, ഇവിടെയൊക്കെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമൽ ഖാദിരിയുടെ സഹോദരനായ അബ്ദുല്ലാഹി അൽ ഖാദിരിയാണ് ഈ മൗലിദ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് സഖാഫിയുടെ വാപ്പ ഹുസൈൻ മുസ്ലിയാർ വലിയ മഹാനായിരുന്നു, വഫാത്തായി പോയി. അല്ലാഹു മർത്തബകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഉസ്താദാണ്, മുഹമ്മദ് ദാരിമിയുടെ ഉസ്താദാണ്, ബാബ മുസ്ലിയാരുടെ ഉസ്താദാണ്. ആര്? ഈ പറഞ്ഞ അബ്ദുള്ള മുസ്ലിയാർ. പുന്നയിൽ, ചാവക്കാട് പുന്നയിലാ ദർശനം. പുന്നയിൽ നിന്നാണ് ദാരിമി ഉസ്താദ് പഴുന്നാന് വരുന്നത്. അന്ന് ഞാൻ അവിടെ ഉണ്ട്. മുഹമ്മദ് ദാരിമി എത്തിക്കഴിഞ്ഞാണ് ഞാൻ എത്തുന്നത്. ഹുസൈൻ ഉസ്താദ് പുന്നയിൽ നിന്ന് പഴുന്നാനെ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ബാവ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ബാവ മുസ്ലിയാർ, ഇളയ മകൻ കമാലുദ്ദീൻ ഉമൽ ഖാദിരിയുടെ ഇളയ മകൻ, അദ്ദേഹം പഴുന്നാനെ വരുമ്പോൾ ഞാനുണ്ട്. പിന്നീട് അദ്ദേഹം ഞാനും അദ്ദേഹം ശരീക്കായി നന്ദിയിലുണ്ടായിരുന്നു കുറെ നാള്. അപ്പോ ഈ പുന്നയിലെ അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ മൗലൂദില് മുത്തദല്ലിലൻ മുത്തവാളി എന്നൊരു വാക്ക് എടുത്തിട്ടുണ്ട്. അങ്ങേറ്റത്തെ വിനയവും അങ്ങേറ്റത്തെ താഴ്മയും ഉള്ള ഒരു സ്വഭാവമായിരുന്നു വാപ്പച്ചിയുടെ. എന്നാലോ ചില സമയങ്ങളിൽ പുലിയായിരുന്നു. ആ പുലിയുടെയും പൂച്ചയുടെയും സ്വഭാവം കണ്ട മനുഷ്യനാണ് അബ്ദുള്ള മുസ്ലിയാർ ആയിരിക്കുന്ന ആൾ. രണ്ട് സ്വഭാവം അനുഭവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രത്യേകതയല്ല. ആ വാപ്പച്ചിയുടെ ഒരു സ്വഭാവത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. പരിസരം അടിച്ച് വൃത്തിയാക്കുക, ശുദ്ധീകരണ പ്രക്രിയ നമ്മളത് കൂടുതൽ ഉയരേണ്ടതും. എവിടെയാണെങ്കിലും ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ, അല്ലേ? രണ്ടേ രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹു ഇവിടെ പറഞ്ഞു.
നിശ്ചയമായും അല്ലാഹു തവ്വാബീങ്ങളെ ഇഷ്ടമാണ്. പിന്നെ മുത്തത്തഹിരീൻ എന്ന് പറഞ്ഞാൽ മതി അവിടെ. വയുഹിബ്ബുൽ മുത്തത്തഹിരീൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അതെ, അല്ലാഹുവിന് ഇഷ്ടമാണ് വൃത്തിയുള്ളവരെ, ശുദ്ധീകരിക്കുന്നവരെ, ശുദ്ധിയുള്ളവരെ. അപ്പോ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെടാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തൗബ ചെയ്യുക, തെറ്റ് പറ്റാൻ മനുഷ്യൻ. ആ തെറ്റ് പറ്റിയാൽ കിബിറുന്നടിച്ച് നടക്കരുത്, ഏറ്റു പറയണം. അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുടെ ഏറ്റു പറയണം, മനുഷ്യനാണെങ്കിൽ മനുഷ്യരുടെ ഏറ്റു പറയണം. അതാണ് തൗബയുടെ സ്വഭാവം. അതേപോലെ ശുദ്ധി, എവിടെ കണ്ടാലും ശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ അധികൃതരൊക്കെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പറയുമല്ലോ, നിങ്ങൾ വൃത്തിയോട് സൂക്ഷിക്കണം, വെള്ളം ചൂടാക്കി കഴിക്കണം, മുറ്റമൊക്കെ വൃത്തിയാക്കണം, ഒരു കാരണവശാലും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, പനി ഉണ്ടാകും, എബോള ഉണ്ടാകും. സമയം നീണ്ടുപോവുകയാണ്, ഞാൻ ചുരുക്കമാണ്, അധികം സംസാരിക്കുന്നില്ല. ഏതാണെങ്കിലും പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതും തൗബ ചെയ്യുക എന്നുള്ളതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഷെയ്ഖ് യൂസുഫ് ഖാദിരിയുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇത് രണ്ടും, പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണം എന്നുള്ളത്. അത് നമ്മളിലേക്ക് ഉണ്ടാകണം. ഈ മശായിഖന്മാരെയൊക്കെ പിൻപറ്റി ജീവിക്കണം. മശായിഖന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും കണക്കാക്കേണ്ടത്. ഇവിടെ കൂടിയിരുന്ന് അവിടെ മനാഖിബ് ചൊല്ലുന്നതും അവരുടെ മദദ് ഇടുന്നതൊക്കെ അവരുടെ വഴിയിൽ സഞ്ചരിക്കാനും ഉള്ള ആഗ്രഹം കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും അവരെ മഹബത്ത് വെക്കുകയും അവരുടെ മനാഖിബുകളൊക്കെ കൂടുതലായി ചെല്ലുകയും അവരുടെ മസാറുകളിൽ സിയാർത്ത് ചെയ്യുകയും, പ്രത്യേകിച്ച് അവിടെ ആണ്ടുകളാകുമ്പോൾ അവിടെ സിയാർത്ത് ചെയ്ത് അവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിൽ ചിന്തിക്കണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്തെല്ലാം മനാഖിബുകൾ ഓതിയിട്ടുണ്ടോ, എന്തെല്ലാം മദ്ഹുകൾ പാടിയിട്ടുണ്ടോ, എല്ലാം അല്ലാഹു നമ്മുടെ ഉഖ്റവിയായ ദുനിയവിയായ എല്ലാ വിജയത്തിനും അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ചൊല്ലിയ മഹാന്മാരുടെ മദദ് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.